കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കും ആനയ്ക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ. അതിനാണ് ഈ ഒരു കൗണ്ടർ. നമ്മൾ ഇങ്ങനെ വലത്തോട്ട് കയറി ഇതുവഴി കയറി ആനയ്ക്ക് ഫുഡും കൊടുത്ത് അപ്പുറത്തൂടെ ഇറങ്ങി വരാം. കണ്ടില്ലേ, കൊല കൊമ്പന്മാർ നിരന്ന് നിൽക്കുവാണ്. ആനക്കുട്ടന്മാർക്ക് നമുക്കും ഫ്രൂട്ട്സൊക്കെ കൊടുക്കാം. തണ്ണിമത്തനുണ്ട്, വെള്ളരി, പഴം എല്ലാം ഉണ്ട്. ഓച്ചിറയിൽ എന്ത് ആഘോഷം നടന്നാലും അതൊരു സ്പെഷ്യൽ തന്നെയാണ്. ഈ ഒരു ആനയൂട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്, അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളിന്ന് 2024 ഓഗസ്റ്റ് 11-ാം തീയതി ഞായറാഴ്ച ഓച്ചിറ ആനയൂട്ട് നടക്കുകയാണ്. 2019 ഇതുവരെ 8, 10, 15 അങ്ങനെ പല വർഷങ്ങളിൽ പല ആനകളായിട്ട് വന്നു പോകുന്നൊരു പരിപാടിയാണ്. എല്ലാ വർഷവും കർക്കിടക മാസം അവസാനത്തെ ഞായറാഴ്ച നടത്തി വരുന്നൊരു പരിപാടിയാണ്. ഇന്നിപ്പോൾ 6 ആനകളെ ഉൾക്കൊള്ളിച്ച് വയനാട് പ്രളയമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ആനകളുടെ എണ്ണം കുറച്ച് 6 ആനകളെ ഉൾക്കൊള്ളിച്ച് നമ്മളിന്ന് നടത്തുന്നു. വളരെ വിജയകരമായി ഇന്നിവിടെ നടത്തി ഇപ്പോൾ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് പരിപാടി. പേര് കൂടി നന്ദകിഷോർ, ഗജപ്രജം സംഘടനയുടെ സെക്രട്ടറിയാണ്. പഴവും ശർക്കരയുണ്ട്. ഈ വെള്ളം എന്താണ്? അയ്യോ, നമ്മുടെ ഒരു കൊച്ചു സുന്ദരി വാവതാണ്ട ആനയെ തൊട്ട് തലോടുന്നതാണ്ട. തുമ്പിക്കൈ പൊക്കി കൊടുക്കുന്നതാണ്ട എന്ന് വെച്ചാൽ ആഹാരം കറക്റ്റായിട്ട് അവർക്ക് വായിൽ വയ്ക്കുക എളുപ്പത്തിനായിട്ടാണ് നമ്മുടെ ആനക്കുട്ടൻ താണ്ട തുമ്പിക്കൈ പൊക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അടിപൊളിയല്ലേ? അങ്ങനെ നമ്മൾ നിൽക്കുന്നത് ഓച്ചിറ ക്ഷേത്രത്തിലാണ് കേട്ടോ. ഓച്ചിറ ക്ഷേത്രത്തിൽ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ആനയൂട്ടാണ് നമ്മൾ ഈ കാണുന്നത്. എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ള് കാണണം, ഷെയറും ചെയ്യണം കേട്ടോ. ഇത് ഇനിയുണ്ട്, ഇപ്പം ഫുള്ളിരുന്ന് കാണണം കേട്ടോ. അടിപൊളിയാണ്. വെറൈറ്റി ആനയൂട്ടായിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ നമുക്ക് കാണുന്നവർക്കും എല്ലാവർക്കും ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാനുള്ള അവസരം ഇവർ ഒരുക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവരെ ഇങ്ങനെ കൊടുത്ത് ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെയുള്ള ആനയ്ക്ക് ഇങ്ങനെ ഒരു ബേസണിലിട്ട് നമുക്ക് എല്ലാ ഫ്രൂട്ട്സും കൊണ്ടുവന്ന ആനകൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ആനകൾ അത് തുമ്പിക്കൈ വെച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. കണ്ടില്ലേ, കൊടുക്കാനും നല്ല രസമാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കാനും നല്ല രസമാണ് കേട്ടോ. ഒരാളങ്ങനെ ആനയൂട്ട് കഴിഞ്ഞതാ തിരിച്ച് അങ്ങോട്ട് പോകാൻ റെസ്റ്റ് എടുക്കാനായിട്ട്. കണ്ടില്ലേ, ആനയൂട്ട് കഴിഞ്ഞ് അടുത്ത ആന വന്നുകൊണ്ടിരിക്കുവാണ്. അടുത്ത ആള് വരുന്നു. നേരത്തെ ഈ ആനയുടെ കാലിൽ ചങ്ങല അടുപ്പിച്ചിട്ടിട്ടുണ്ട്. ഇപ്പൊ അത് അഴിച്ചു കളഞ്ഞു നടക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇവിടെ എന്തോ പൂജ നടക്കുവാണ് കേട്ടോ ഓച്ചിറ ക്ഷേത്രത്തില്. അവിടെ എന്തോ അമ്പലത്തിലെ പൂജയോ അങ്ങനെ എന്തോ നടക്കുവാണ് കേട്ടോ. ഈ കുളത്തിന് ചുറ്റും ഇങ്ങനെ കണ്ടില്ലേ, ഓച്ചിറക്കാള. എനിക്ക് തോന്നുന്നു അവിടെ എന്താ പൂജ നടക്കുവാണ്. അടുത്ത ആനയും പോയി കേട്ടോ.
കണ്ട ഈ ഒരു കുളം നിറച്ചും ആമ്പല് പൂത്ത് നിൽക്കുകയാണെന്ന് വെച്ചാൽ മൊട്ട് വിരിങ്ങി നിൽക്കുന്നു. വിരിങ്ങിട്ടില്ല നല്ലോണം, എങ്കിലും മൊട്ട് വിരിങ്ങി നിൽക്കുന്ന കണ്ട ഈ ഒരു അമ്പൽക്കുളത്തിന്റെ സൈഡിൽ കൂടി ആനകൾ പോകുന്നു. ഒരാൾ കണ്ടില്ലേ ഇവിടെ പിണങ്ങി നിൽക്കുന്നതാണ്. അത് പിണക്കമാണോ അല്ലേ? അങ്ങോട്ട് നോക്കിയിരിക്കുന്നു മണി കണ്ട. ഇപ്പം ഇങ്ങോട്ട് നോക്കി കേട്ടാ, പിണക്കം മാറി. ആനയൂട്ടൊക്കെ കഴിഞ്ഞ് സുന്ദരനായി ഇവിടെ നിൽക്കുവാണ്. അടുത്ത ആൾ വരുന്നത് കേട്ടോ. അടുത്ത ആള് ആനയൂട്ട് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുവാണ്. ഈ ആനയുടെ പേര് റോസ്ലി എന്നാണ്. റോസ്ലി. ഇത് ഓച്ചിറ ക്ഷേത്രത്തിന്റെ തീർത്ഥാടകർക്കുള്ള സത്രമാണ്. തീർത്ഥാടക സത്രം കണ്ടില്ലേ, കുറേ റൂമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇവിടെ വരുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സത്രമാണ്. ആനയൂട്ട് അങ്ങനെ ഒരുവിധം ഇവിടെ തീർന്നിട്ടുണ്ട്. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു നൈസ് വൈബായിരുന്നു. സാധാരണ ഈ ആനയൂട്ടിന് ഒരുപാട് തിരക്കുള്ളതുകൊണ്ട് നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റൂല. ഇത് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. അടുത്ത ആൾ വരുവാണ്. അല്ലല്ലേ, അടിപൊളി. സൂപ്പർ. നല്ല മഴ കേട്ടാ. മഴയത് ആ പുറകിൽ ആനയും വരുന്നുണ്ട്. ഇതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണം. കുടയും എടുത്തില്ല ഞാൻ. വിട്ട് നല്ല മഴ ഉറച്ചു തുടങ്ങി കേട്ടാ. മഴ ഉറച്ചാലും നമ്മൾ ഷൂട്ട് ചെയ്യും. മഴ, നല്ല മഴ. ആനയുടെ പേരൊന്ന് നോക്കട്ടെ. അപ്പു, പുത്തൻപുരയിൽ അപ്പു, ഹരിപ്പാട്. ചൂണ്ട ക്രിയേഷൻസ്. നമ്മുടെ പുത്തൻപുരയ്ക്കൽ അപ്പു നമ്മുടെ പരബ്രഹ്മം ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലോട്ട് എത്തുന്നുണ്ട്. ഭഗവാനെ വണങ്ങാനാണ്. പുത്തൻപുരയ്ക്കൽ അപ്പു ഭഗവാനെ വണങ്ങുന്ന കാഴ്ച. പുത്തൻപുരയ്ക്കൽ അപ്പു അങ്ങനെ നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെത്തി. ആന വന്നു നിന്നതും ഫാൻസുകാർ എത്തുന്നുണ്ട്. കുട്ടികളെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാനും എല്ലാമായിട്ട്. ഇപ്പം കണ്ട ഒരാളെ വന്ന് ഒളിഞ്ഞ് നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് പേരാവും നോക്കിക്കോ. അവിടെ നിന്ന് കുറേ പേരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് ആനയോട് ഫോട്ടോ എടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ പഴം കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പം ഇവിടെ വന്നപ്പോഴും കണ്ടില്ലേ കുറേ പേര്. അവിടെ ആനയൂട്ടിന് കൊടുക്കാൻ പറ്റാത്ത കുറേ ആൾക്കാർ ഇപ്പോൾ അമ്പലത്തിൽ വന്നവരൊക്കെ ഇവിടെ നിന്ന് പഴം വാങ്ങിച്ച് ഇങ്ങനെ കൊടുക്കുന്ന കാഴ്ചയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഫോട്ടോ എടുപ്പ് നടക്കുന്നുണ്ട് എല്ലാവരും. ഒരുതം തുമ്പിക്കൈ പിടിച്ചിട്ട് പോയി കേട്ടോ. ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് പോയി എൻ്റെ തൊപ്പി വെച്ച പുള്ളിക്കാരൻ. കണ്ടില്ലേ, അടിപൊളി. കൊമ്പിൽ പിടിക്കാൻ പറഞ്ഞപ്പോൾ ഒരു പേടിയായിട്ട്, അതുകൊണ്ട് കൊമ്പിൽ പിടിക്കാതെ ഫോട്ടോ എടുത്തോളാൻ പറയുവാണ് സൈഡിൽ നിന്ന്.
ഇനി ആ ബേക്കിലോട്ടൊക്കെ നിൽക്കുന്നവരൊക്കെ ഇപ്പം നോക്കിക്കോ, ഇനിയിപ്പം ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഇനി ഒരുപാട് പേരാവും, ഇവിടെ നല്ല തിരക്കാവും നോക്കിക്കോ. നമ്മുടെ ആനയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അപ്പു ഇതാണ് മാസം എന്ന് പറയുന്നത്. കണ്ടില്ലേ, വന്ന് നിന്നപ്പോൾ ആരും ഇല്ലായിരുന്നു, ഇപ്പം ചുറ്റും ഒരുപാട് പേരായി കേട്ടോ. ഫോട്ടോ എടുക്കാനും എല്ലാം ആയിട്ട് ആൾക്കൂട്ടായണ്ട. ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ ഇപ്പോൾ ഇവിടെ നല്ല ആളാവുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് വന്ന് തൊട്ട് തൊഴുതിട്ടൊക്കെ പോകുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അമ്പലത്തിൽ വന്നവരൊക്കെയാണ്. ആനയൂട്ടിനല്ലാതെ അമ്പലത്തിൽ വരുന്നവരും എല്ലാവരും ഇപ്പം ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ആനയെ കാണാനായിട്ട്. ഇപ്പോൾ ഓച്ചിറ ക്ഷേത്രം എന്ന് പറയുമ്പം ഈ ദൂരയാത്ര പോകുന്നവരും അങ്ങനെ ഒരുപാട് തീർത്ഥാടനത്തിന് പോകുന്നവരും ഒക്കെ കയറി തൊഴുന്നൊരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ഒരു ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. അത്രയ്ക്ക് പ്രസിദ്ധമല്ലേ ഈ ഒരു ക്ഷേത്രം. ഈ ആനയൂട്ടാണെന്ന് അറിയാതെ വന്നവരും അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഇപ്പം നിൽപ്പുണ്ട്. ആനയൂട്ടിനായിട്ട് വന്നവരുണ്ട്. പിന്നെ സൈഡിൽ അന്നദാനമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ക്യൂ ഒക്കെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ടുണ്ട്. കുറേ പേര് അവിടെയും ഉണ്ട്. കണ്ടില്ലേ, ഓച്ചിറ പരബ്രഹ്മത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഓച്ചിറക്കാളയെ വേഷം കെട്ടിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇത് ഇവിടെ വന്ന് കണ്ടില്ലെങ്കിൽ നമ്മൾ ഇത് ഈ ഒരു വീഡിയോ കാണിച്ചില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. നമ്മൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഓച്ചിറക്കാളയും കാണാം, ആനയൂട്ടും കാണാം. രണ്ടും കാണാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇവിടെ ഈ ആനയൂട്ട് നടക്കുന്ന ഈ ഒരു ദിവസം. കണ്ടോ, ഇതെന്ന് പറയുമ്പം കുറേ പേര് നമുക്ക് നന്ദികേശന് ഇങ്ങനെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. ആഹാരം എന്ന് പറയുന്നത് നമ്മൾ അരിയുണ്ട അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അല്ലാത്തവർ കണ്ടില്ലേ ഇതുപോലെ ദക്ഷിണയിട്ട് തൊട്ട് തൊഴുത് അകത്തോട്ട് കയറിപ്പോവും. ഇവിടെ ഫ്രണ്ടിലും ഇത് കണക്ക് നന്ദികേശൻ നിൽപ്പുണ്ട്. നമ്മുടെ അകത്തോട്ട് കയറുമ്പം ക്ഷേത്രത്തിന് ഫ്രണ്ടിലായിട്ട് അവിടെയും 2 നന്ദികേശൻ നിൽപ്പുണ്ട്. അപ്പം ഈ കൂടുതൽ പേരും ഈ നമ്മൾ ആദ്യം നിൽക്കുന്ന 2 രൂപങ്ങളെയാണ് എപ്പോഴും തൊട്ട് പ്രാർത്ഥിച്ചിട്ട് അകത്തോട്ട് കയറുന്നത്. കണ്ടേ ഇവിടെയും നിൽപ്പുണ്ട്. അപ്പം ഞാൻ എല്ലാവരെയും ഞാൻ പോയി കണ്ടിരുന്നു. അതിൻ്റെ കൂടെ നിൽക്കുന്ന ആ ചേട്ടന്മാരുടെ അടുത്ത് ഞാൻ സംസാരിക്കുകയും ചെയ്തു. എല്ലാവരും നല്ല കാര്യമായിട്ടാണ് സംസാരിച്ചത്. കണ്ടില്ലേ, കരിപ്പട്ടി കൊടുക്കുക. ഇപ്പം ഞാൻ ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ ഈ അടുത്ത് ദർശനം നടത്തുന്നതിൻ്റെ അടുത്തെത്തി. ആ ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ കണ്ടില്ലേ, ബേക്കിൽ നന്ദികേശനെയൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ അപ്പു ആന ദർശനത്തിന് ഇങ്ങോട്ട് വന്നോണ്ടാ കണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരും അപ്പു ദർശനത്തിനായിട്ട്. ഈ ഒരു ഓച്ചിറ അമ്പലത്തിൽ നമ്മൾ വന്നാൽ തന്നെ ഒരു വൈബാണ് എപ്പോഴും. ഞാൻ എല്ലാ തവണയും ഇവിടെ എത്തുമ്പം യാത്രയുടെ ഒരു ക്ഷീണവും അല്ലാതെ എന്തെങ്കിലും ഒരു ഇതൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുൾ എനർജി, ഫുൾ ഓണം, നല്ല വൈബുമാണ്. എന്താണെന്നറിയത്തില്ല, നല്ല പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമ്മുടെ ഈ ഒരു ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഈ ഒരു അറ്റ്മോസ്ഫിയർ. എന്തായാലും ഇന്ന് വന്നത് നന്നായി. നമുക്ക് ആനയൂട്ടം കാണാൻ പറ്റി, എല്ലാം കാണാനും പറ്റി. അടിപൊളി. നന്ദികേശന്റെ അടുത്തൂടെ നമ്മുടെ ഗജവീരൻ, അപൂർവമായ കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ഫ്രണ്ടിലെത്തി. ഓച്ചിറ കാളേനെയും നമുക്ക് ഗജവീരന്മാരെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ദിവസമാണെന്ന്. ഓച്ചിറ കാളയ്ക്ക് അരവ് കൊടുത്ത ഒരു ഭക്ഷണം, അത് ആനയ്ക്ക് ആയിട്ടതുകൊണ്ട് അവിടെ നിന്ന് അതിൻ്റെ
ആളങ്ങോട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ആ മാമൻ ആ കാളയ്ക്ക് കിട്ടിയ ഭക്ഷണം കുറച്ച് ഈ ആനയ്ക്ക് കൂടെ കൊടുക്കുന്ന കാഴ്ചയാണ്. ഇതിലെ ആ കവറിലെ ആ ഇത് മറ്റേ അരി ഉണ്ട. ഇന്ന് ഇവിടുത്തെ ഒരു ആനയോട്ട് നമ്മുടെ ഈ ചാനലിൽ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. പുത്തൻപുരയ്ക്കൽ അപ്പു സൂപ്പർ കേട്ടോ, അടിപൊളി. അടിപൊളി. പോസ് ചെയ്തിരിക്കും, ഇവിടെ ഫോട്ടോ എടുക്കുന്നു. അതാണ് കണ്ടില്ലേ, തലയെടുപ്പ് കണ്ട ഇല്ലേ, ഒരു കൊച്ചുകുട്ടീനെ കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടോ, ആനയാണ് എടുത്തതെന്ന്. അടിപൊളി, കൊച്ചിന് പേടിയൊന്നുമില്ല. അയ്യോ, ഒരാൾ പോവാറായി. നമ്മുടെ ആന വിട്ട് കഴിഞ്ഞ് ഒരാന ഇതാ പോകുന്നു. കുഞ്ഞാനയാണ് കേട്ടാ. ഒന്നൊഴികെ കഴിക്കാനുള്ള പട്ടയും സംഭവമൊക്കെ ഇതാ വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കണ്ടില്ലേ, പോണ വഴിക്ക് വിശക്കൂല. കണ്ടില്ലേ, അങ്ങനെ ആനയോട്ട് കഴിഞ്ഞ് ഓരോ ആനകളും അവരവരുടെ നാട്ടിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നേർച്ച ചെയ്ത കരിക്കുകളാണ് കണ്ട, കരിക്കുകൾ ഇവിടെ അഭിഷേകമൊക്കെ ചെയ്തിട്ട് ഇവിടെ ഇട്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ഒരു എപ്പിസോഡായിരുന്നു ആനയൂട്ട്. അപ്പം ആനയൂട്ടും കണ്ടു, നമ്മൾ ഓച്ചിറ കാളയെ കണ്ടു. അപ്പോൾ ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയ ഒരു ആഘോഷവും കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത 28-ാം ഓണമാണ് ഓച്ചിറയിലെ ഒരു വലിയൊരു ആഘോഷം വരാൻ പോകുന്നത്. അന്ന് കിടക്കും. അപ്പോൾ 28-ാം ഓണത്തിൻ്റെ വീഡിയോയും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ തീരുവാണ്. ഇറ്റ്സ് മീ സുകേഷ് സുമാരൻ, സൈനിങ്.